എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാദർ ജോസഫ്. വയലിൽ സീമ സഭയുടെ കോഴിക്കോട് പ്രൊവിൻസിലെ ഒരു അംഗമാണ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്തുള്ള മദർ തെരേസ BEd കോളേജിൽ മാനേജരായിട്ട് സേവനം ചെയ്യുകയാണ്. ജനനം കൊണ്ട് ഞാനൊരു തൊടുപുഴക്കാരനാണ്. തലയനാട് ഇടവക. ഏകദേശം 1 വർഷം പ്രായമുള്ളപ്പോൾ മലബാറിലേക്ക് കണ്ണൂർ ജില്ലയിലെ പൈസക്കരി എന്ന ഇടവകയിലേക്ക് കുടിയേറ്റം ചെയ്തവരാണ് ഞങ്ങളുടെ കുടുംബം. അവിടെയാണ് ഞാൻ വളർന്നത്. സെമിനാരിയിൽ പോരുന്നിടം വരെ ഞാൻ പൈസക്കരിയിൽ താമസിച്ചാണ് പഠിച്ചത്. ഇത് എൻ്റെ തറവാട് വീടാണ്. ഞാൻ വളർന്നതും സെമിനാരിയിൽ പോകുന്നിടം വരെ ജീവിച്ചതും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന വീട്ടിലാണ്. സെമിനാരിയിൽ പോയതിന് ശേഷമാണ് ആ വീട് പൊളിച്ചിട്ട് ഇപ്പോൾ കാണുന്ന വീട് പണിതത്. ഇത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ്. പേര് തോമസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി. ഒരു 5 മക്കളാണ്. അതിൽ ഇളയ മകൾ ഹണിയാണ് അടുത്ത് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 9 മക്കളായിരുന്നു. 4 ആണുങ്ങളും 5 പെണ്ണുങ്ങളും. അതിൽ 3 സഹോദരിമാർ അവരുടെ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, മറ്റു 2 പേരെ ഞാൻ കണ്ട ഓർമ്മയുണ്ട്. അതിലൊരാൾ എൻ്റെ ഇളയതായിരുന്നു. പിന്നെ ഞങ്ങൾ 4 ആണുങ്ങളും 2 ചേച്ചിമാരുമാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത ജ്യേഷ്ഠനും മൂത്ത ചേച്ചിയും മരിച്ചുപോയി. ഇപ്പോൾ ഞാനും ഈ ചേട്ടൻ്റെ മൂത്ത ഒരാളും പിന്നെ ഒരു പെങ്ങളുമാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പെങ്ങളും ഈ ചേട്ടനും ഞാനും, ഞങ്ങൾ 3 പേരാണ് വീട്ടിലെ അടുത്ത പ്രായക്കാർ. ഞങ്ങളൊരു കമ്പനിയായിട്ട് നടന്ന സ്കൂളിൽ പോക്കും കളിതമാശും തല്ലുകൂടലും ഒക്കെ ഞങ്ങൾ 3 പേര് ഒന്നിച്ചായിരുന്നു. ഇത്ര മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അവർ നേരത്തെ മരിച്ചുപോയി. വല്ലപ്പോഴൊക്കെ ഞാൻ അവധിക്ക് വരുമ്പോൾ സാധാരണ താമസിക്കുന്നത് തറവാട് വീടെന്ന നിലയ്ക്ക് ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുക. കുരുമുളക് പറക്കാൻ പോയത് ഓർമ്മയുണ്ടോ? പെരുന്നാളിൻ്റെ കാശുണ്ടാക്കുക. അതെ അതെ. എനിക്കിപ്പോൾ അച്ഛനെ സംബന്ധിച്ച് പറയാനുള്ളത് ഒറ്റയിലൊരു കാര്യമേ ഉള്ളൂ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് പ്രസംഗം. അച്ഛനിടയ്ക്കിടെ പള്ളിയിൽ വരുമ്പോൾ പല സ്ഥലത്തുനിന്നും അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുമായിരുന്നു. പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു. പിന്നെ ചെറുപ്പകാലങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ കളിച്ച് ഒക്കെ ജീവിച്ചു. ഞങ്ങൾ വിളിക്കുന്നത് ഔസേപ്പച്ചൻ എന്നാണ്. വീട്ടിലിട്ട പേര് അങ്ങനെയാണ്. പേര് ജോസഫ് എന്നാണ്. അച്ഛനാകാൻ പോകുമെന്ന് എനിക്കൊരു ദിവസം തോന്നി പോകുമെന്ന്. അത് എന്നാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സ്കൂളില്ലാത്തൊരു ദിവസം ഒരു ശനിയാഴ്ച പൈസക്കരി സിറ്റിയിൽ പോയി. ഔസേപ്പച്ചൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അടുത്ത കൊല്ലം എന്തോ പഠിക്കുന്ന കാര്യമോ എന്തോ പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ, സ്ഥലം വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. എനിക്ക് തോന്നി അത് അച്ഛനാകാൻ പോകാനാണ് എന്ന്. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്നുണ്ടായി. പറഞ്ഞ കൊല്ലം പോവുകയും ചെയ്തു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം. എൻ്റെ ഇടവകപ്പള്ളിയാണിത്. തലശ്ശേരി രൂപതയിലെ പൈസക്കരി ദേവമാതാ ഫൊറോന ചർച്ച്. ഈ ഇടവകയിലെ അംഗമായിട്ടാണ് സെമിനാരിയിൽ പോകുന്നിടം വരെ ഞാൻ ജീവിച്ചത്. എൻ്റെ അന്നത്തെ സ്കൂളും ഈ പള്ളിയോട് ചേർന്നായിരുന്നു. അന്നത്തെ പള്ളിയും സ്കൂളിൻ്റെ ഒരു ഭാഗവും എല്ലാം ഒറ്റ കെട്ടിടമായിരുന്നു. അൾത്താരയുടെ അവിടം ഭിത്തി വെച്ച് മറയ്ക്കും. പിന്നെ പള്ളിക്കകം സ്കൂളാണ്. അപ്പോൾ എൻ്റെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. പള്ളി ക്ലാസ് കഴിയുമ്പോൾ ഉടനെ 2 മുറി ഇപ്പുറത്ത് വന്നാൽ വികാരി അച്ഛൻ്റെ മുറിയാണ്. അപ്പോൾ അവിടെ വന്ന് അച്ഛൻ്റെ കൂട്ടത്തിൽ വർത്തമാനം പറഞ്ഞ് നടക്കുക ഞങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് കുറച്ച് സിസ്റ്റർമാരുണ്ട്. അവർ ഞങ്ങളോട് ഒത്തിരി ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പള്ളിയിൽ കയറാനും വിശുദ്ധ നടത്താനും സൂർദീപം ചെല്ലാനും ഒക്കെ ഞങ്ങളെ കുറച്ച് പേരൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം വീട്ടിലെ ഒരു അന്തരീക്ഷവും പ്രാർത്ഥനയും ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഞാൻ അറിയാതെ എനിക്ക് സെമിനാരിയിൽ ചേരണമെന്നൊരു ആഗ്രഹമുണ്ടായി.
അതൊരു നിമിഷത്തെ ഒരു ആഗ്രഹമൊന്നുമല്ല, കുറേ കൊല്ലങ്ങൾ കൂടി വളർന്നു വന്ന ഒരാഗ്രഹമാണ്. ജീവനാദനാം യേശുവേ, ദൈവം എന്നെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇവിടെ അന്ന് 7ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ പയ്യാവൂർ ഈരോട് എന്ന സ്ഥലത്ത് ഹൈസ്കൂളിൽ പോയി പഠിച്ചു. അവിടെയും അച്ഛന്മാരുമായിട്ട് ഞങ്ങളെപ്പോഴും ഇൻ്റർവെൽ സമയത്തൊക്കെ പോയി വർത്തമാനമൊക്കെ പറയും, പത്രം വായിക്കും. അങ്ങനെ ഒരു ലൈഫായിരുന്നത്. പിന്നെ ഇവിടുത്തെ അൽത്താര ബാലനായിരുന്നു ഞാൻ. മിഷൻ ലീഗിലുണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിച്ചവിടെയാണ്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ അടിത്തറയും രൂപപ്പെട്ടത് ഈ ഒരു ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1969 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ CMI സഭയിൽ ചേർന്നു. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് 1982 ഈ അൽത്താരയുടെ മുമ്പിൽ വെച്ചാണ്. ഇപ്പോൾ 42 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. പൗരോഹിത്യ സ്വീകരണ സമയത്തുണ്ടായ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് അവസരത്തിൽ പറയാം. പട്ട ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് തിരുപ്പട്ട നൽകുന്ന കർമ്മം, 2 അതേ തുടർന്ന് പുത്തൻ കുർബാന. എൻ്റെ തിരുപ്പട്ട ശുശ്രൂഷ നടക്കുകയാണ്, പട്ടം സ്വീകരിക്കൽ കർമ്മം നടക്കുകയാണ്. അപ്പോൾ എനിക്ക് അസാധാരണമായ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ 2 മൂക്കിൽ നിന്നും തുടർച്ചയായിട്ട് രക്തപ്രവാഹം തുടങ്ങി. ഞാൻ 2-3 ടവലൊക്കെ കരുതിയിട്ടാണ് പോയത്, വേർത്താലൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ തുവാലയും ബ്ലഡ് കൊണ്ട് നനഞ്ഞു. ഞാൻ പിന്നെ വേറൊരു തുണി വാങ്ങി അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് പട്ടക്കർമ്മം പൂർത്തിയാക്കിയത്. അപ്പോഴൊക്കെ തലകറങ്ങി വീഴുമോ എന്നൊരു ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. രക്തം വരുന്നതിനെ പറ്റിയല്ല ചിന്ത, വീണു പോകുമെന്നൊരു ചിന്ത. പിന്നെ പട്ടം കർമ്മം കഴിഞ്ഞ് സങ്കീർത്തിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് തണുത്ത വെള്ളം കുടിച്ച് കുറച്ച് ഐസൊക്കെ മുഖത്തൂടെയൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്ന ശേഷമാണ് എൻ്റെ പുത്തൻ കുർബാന ഞാൻ ചൊല്ലിയത്. ഈ രക്തം വന്ന ഒരു സംഭവം ജീവിതത്തിൽ അതിനു മുമ്പോ അതിന് ശേഷമോ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും. അതൊരൊറ്റപ്പെട്ട ഒരു സംഭവമാണ്. അതൊരു ദൈവികമായ വികാരങ്ങൾ എന്നിൽ ഉണർത്തുന്ന ഒരു ഓർമ്മയാണ്. എൻ്റെ വരാനിരിക്കുന്ന ജീവിതവും പൗരോഹിത്യ ജീവിതവും ശുശ്രൂഷയും ഒക്കെ തമ്മിൽ ഇതിനൊരു ബന്ധമുണ്ടെന്ന്. ഭാവിയിൽ എൻ്റെ വൈദിക സമർപ്പണ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ഞാൻ കുറേ സഹനങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷെ കർത്താവിൻ്റെ ഒരു കരവും ഒരു താങ്ങലും ഒരു കരുതലും എപ്പോഴും എന്നോടുകൂടി ഉണ്ടായിരിക്കും എന്ന ഒരു ബോധ്യമാണ് എനിക്ക് ആ സംഭവത്തിലൂടെ കിട്ടിയത്. സമ്മാനം തരാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? വിശേഷം വിശേഷം സുഖമായിട്ട് പോകുന്നു. സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? താങ്ക് യു. അല്ലേ? ഞങ്ങള് 9 മക്കളാണ്. ഞാൻ 8ാമത്തെ ആളാണ്. അതിൽ അച്ചാമ്മ എന്ന് ഞങ്ങൾ വിളിക്കും. നാമോദിസ പേര്
റഹസ്യാമ്മ എന്നാണ്. 3 പെങ്ങന്മാർ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഈ പെങ്ങൾക്ക് മൂത്ത ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾ മരിച്ചിട്ട് ഏതാനും കൊല്ലങ്ങളായി. ഞാനും പെങ്ങളും തമ്മിൽ അധികം കാലം ഒന്നിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാനൊരു ഹൈസ്കൂളിലെങ്ങാനൊക്കെ പഠിക്കുമ്പോൾ പെങ്ങളുടെ കല്യാണം നടന്ന് പോയതാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ കാണുന്നതേ ഉള്ളൂ. പെങ്ങളുടെ വീട്ടിൽ പോകും, പറ്റുമെങ്കിൽ ഒരു ദിവസം അവിടെ താമസിക്കും. ചെറുപ്പത്തിൽ ഞങ്ങൾ കുറേ കാലമൊക്കെ ഒന്നിച്ച് നടന്നാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ചാളൊക്കെ ഒന്നിച്ചായിരുന്നു. പിന്നെ ഒന്നിച്ച് വൈകിട്ടത്തെ പ്രാർത്ഥന, അതൊരു ഓർമ്മയാണ്. എല്ലാവരുടെ കൂടി കുടുംബ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. ചാത്തൻ വീട്ടിലില്ലാത്ത സമയത്ത് ഞങ്ങൾ അടികൂടും, വഴക്ക് കൂടും, തല്ലുകൂടും, കൂട്ടുകൂടും. ഞങ്ങൾ 3 പേരായിരുന്നു ഇങ്ങനെ ഒന്നിച്ചൊപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു മൂത്ത സഹോദരൻ മൈക്കിളിൻ്റെ വീട്ടിലാണ്. ജ്യേഷ്ഠന് പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ പ്രയാസങ്ങളുണ്ട്. കുറച്ചൊക്കെ ഓർമ്മകളും നഷ്ടപ്പെടുന്നുണ്ട് ഇടയ്ക്ക്. എങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് ഒന്നിച്ച് കൂടുമ്പോൾ ഞങ്ങളിരുന്ന് ഒത്തിരി സംസാരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പകാലത്തെ കഥകൾ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ട്, ഒരു അടുപ്പമുണ്ട്. ഓർമ്മ മനസ്സിൽ ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. ഈ പഴയകാലത്തെ കാര്യങ്ങൾ ഓർക്കുക, വ്യക്തികളെ ഓർക്കുക, അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുക എന്നത് വലിയൊരു അനുഭവമാണ്. ഞാൻ ദേവഗിരി കോളേജുമായിട്ട് ബന്ധമുണ്ടാകുന്നത് എൻ്റെ പഠനത്തിൽ മുതലാണ്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഞാൻ ദേവഗിരിയിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ മറ്റ് പഠനങ്ങൾക്കൊക്കെ പോയി അച്ഛനായി. അതെല്ലാം കഴിഞ്ഞ് 1984 ഞാൻ വീണ്ടും ദേവഗിരിയിൽ ഒരു അധ്യാപകനായിട്ട് വരുന്നത്. എൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. അങ്ങനെ 84 ഒക്ടോബർ മുതൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നിടം വരെ കുറച്ച് മാസങ്ങൾ ഞാനിവിടെ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് 1985 ജൂണിലാണ് ഫോർമലായിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനിവിടെ ലെക്ചററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. എൻ്റെ ജീവിതം ഈ കോളേജിനെ ചുറ്റിപ്പറ്റിയാണ്. ഞാനൊരു ഒക്ടോബർ മാസത്തിലാണ് ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത്. ഒരു പുതിയ അധ്യാപകനെ സംബന്ധിച്ച് അതൊരു വിഷമമുണ്ടാക്കുന്ന ഒരു സമയമാണ്. കാരണം കുട്ടികൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ, അധ്യാപകൻ പുതിയത്. വേറൊരു ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി ക്ലാസ്സിൻ്റെ മുമ്പ് കൂടെയാണ് പോണത്. അപ്പോൾ ഞാൻ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവർ എൻ്റെ നേരെ നോക്കി ഇങ്ങനെ മുറുമി അങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കി. എൻ്റെ അർത്ഥം ഇങ്ങോട്ട് വാ കാണിച്ചു തരാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ ക്ലാസ്സിൽ ഒത്തിരി അലമ്പ് കാണിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. സീനിയർ അധ്യാപകർ പോലും അറ്റൻഡൻസ് എടുത്ത് കഴിയുമ്പം പറയും സൈലൻസ്. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞു, അത്യാവശ്യം പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോകുന്നതാണ്. ആശ്വാസം. ക്ലാസ് തുടങ്ങിയല്ലേ? അപ്പോൾ ഭൂരിപക്ഷം പേര് ഇറങ്ങിപ്പോകും. പിന്നെ ഇച്ചിരി പഠിക്കണം എന്നുള്ളവർ മാത്രമേ ക്ലാസ്സിലിരിക്കൂ. അവരെ വെച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നു. ഗുഡ് മോർണിംഗ്. Please sit down. So I am your new teacher. No? Have you seen me? No. I will be teaching economics for you. So as usual, we start with attendance. Number 1, ഹാജരെടുക്കും. ഹാജരെടുക്കുമ്പോൾ നമ്മൾ നമ്പർ വിളിക്കും.
ഒരു നമ്പർ പറയും. ഞാനൊരു 20 എത്തിയപ്പം പുറകിൽ നിന്ന് ഒരാൾ 65 ഉള്ള ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ ഭയപ്പെടുത്താനാണ്. എല്ലാ കുട്ടികളും കുറേ പേര് ചിരിച്ചു, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. ഞാൻ ബുക്ക് മടക്കി വെച്ചിട്ട് ഒരു വാക്കും പറയാതെ അവനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. എന്നുവെച്ചാൽ എഴുന്നേക്കാം. അതാവും പ്രതീക്ഷിച്ചില്ല. ഞാൻ വേണ്ടി കാണിച്ചു, അങ്ങനെ എഴുന്നേറ്റില്ല. ഒന്നുകൂടെ കാണിച്ചു ഇങ്ങനെ. അതോടെ അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറി. എല്ലാവരും ഒരു സീരിയസ് ആയി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ സാറ് പഠിപ്പിച്ച് നടത്തിയ പോസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് 2-3 ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന്, വാട്ട് ഈസ് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംടൈംസ് വി സേ പ്രൈസ്, നോ? സാധനങ്ങളുടെ വില എന്നൊക്കെ പറയില്ലേ, പ്രൈസ്. Can you give a definition for what is price? No idea. എന്നാ മൂന്നാമതൊരു ചോദ്യം ചോദിക്കാം. എനിക്കറിയാമല്ലോ. What is meant by national income? ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പത്രത്തിലൊക്കെ വായിക്കുന്ന ഇതാണ് നാഷണൽ ഇൻകം. ഒന്നിനും ഉത്തരവില്ല. അതെന്താണ്? അറിയത്തില്ല. എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട്, അത് ചോദിക്കട്ടെ. അദ്ദേഹത്തിന് ഈ തൊലിക്കെട്ടി മാത്രമുള്ളൂ, തലയിലൊന്നുമില്ല. അർത്ഥം പറ്റിയത്. സത്യം പറഞ്ഞാൽ ഒന്ന് ആളാകാൻ നോക്കുന്നത് അല്ലേ, എന്നെ ഒന്ന് ഫുള്ളാക്കാൻ. കാരണം നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ പകുതിയായി. ഞാൻ ആദ്യമായിട്ടാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഒന്ന് ഊതി വിടാമെന്ന് വിചാരിച്ചല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കണം, നമ്മളിങ്ങനെ പോയാൽ മതിയോ ഒരു കൊല്ലം? വരല്ലോ. ഇവരുടെ മുമ്പിൽ ആളാകേണ്ട എങ്ങനെയാണെന്നറിയാമോ? പഠിച്ചിട്ട് ആളാകുക. അല്ലാതെ ഇങ്ങനെ ഗോഷ്ഠി കാണിച്ച് നാണം കെട്ട ആളാകരുത്. ഒന്ന് പഠിച്ചിട്ട് മിടുക്കനായിട്ടൊന്ന് ആളാകാൻ നോക്കാം കേട്ടോ. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ്. അതിനുശേഷം ഞാൻ 2007 പിരിയുന്നിടം വരെ ഒരു ക്ലാസ്സിലും ഒരു കുട്ടിയിൽ നിന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും കൊല്ലം പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാ കുട്ടികളും അതിനെ തന്നെ നല്ലവരാണ്. ചിലർ വഴിക്ക് എവിടെ വെച്ചോ ചില ഡീവിയേഷനൊക്കെ വന്നിട്ടുണ്ട്. തെറ്റായ ധാരണകൾ കയറിയവരുണ്ട്, പഠിക്കണമെന്ന് താല്പര്യമില്ലാത്തവരുണ്ട്, പ്രശ്നങ്ങളിൽ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില കേസുകളിലൊക്കെ എല്ലാവർക്കും അത് വിശ്വാസം വരില്ലായിരിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ടല്ലോ, എന്താ ചില സമയത്ത് ദൈവം ആ വരവെന്നിലൂടെ പ്രവർത്തിച്ച അനുഭവങ്ങൾ എനിക്കുണ്ട്. ചില കുട്ടികളെ വിളിച്ചു ചോദിച്ചാൽ അവർ ഒരു തെറ്റ് സമ്മതിക്കില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നറിയാമോ? ഇല്ല അച്ഛാ. അറിയത്തില്ല? ഇല്ല. അത് കുറച്ചൊരു ഉഴപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. പഠനമൊക്കെ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ വിളിച്ചാ. അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ, സത്യമായിട്ടുണ്ട്. പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾ ചോദിക്കട്ടെ? അച്ഛൻ ചോദിക്കുക. വീടിൻ്റെ മുമ്പിൽ കുറച്ചടുത്തൂടെ റോഡുണ്ടല്ലോ, റോഡ്. ആ റോഡിൻ്റെ ഒരു ഭാഗത്തൊരു കലുങ്കില്ലേ? കലുങ്കല്ലേ? ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ആ കലുങ്ക പോയിരിക്കാറുണ്ടല്ലേ?
അച്ഛനെല്ലാം മനസ്സിലായില്ലേ? അച്ഛനെല്ലാം അറിയാവോ അപ്പൊ എന്നെ പറ്റി? കുറേയൊക്കെ അറിയാം. എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ബോധ്യമാണ്. എന്നാലും അച്ഛൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, പ്രത്യേകതകളൊക്കെ വേണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചിങ്ങനെ പഠിക്കാതെ കുറച്ച് ഉഴപ്പി ഇച്ചിരി നുണ പറഞ്ഞു ഒക്കെ ഇച്ചിരി ഇങ്ങനെ ഒരു കുഴപ്പം പോക്കമാണ് ഇപ്പം. അതെ അച്ഛാ. അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഭാവി നമ്മൾ നോക്കിയില്ലേ പിന്നെ ആരാ നോക്കുക? നമ്മുടെ ഓരോരുത്തരും കാര്യം നമ്മളെ കറക്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ എന്താ പറ്റുമെന്നൊന്ന് പറയാമോ? ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മൾ പോക്കാം. ഇദ്ദേഹം കഴിവുള്ള ആളാണ്. നമുക്കൊന്ന് ശരിയാക്കട്ടെ. വേണം അച്ഛാ. അതുകൊണ്ട് എൻ്റെ അടുത്ത് നീ നുണ പറയാൻ നിൽക്കല്ലേ. ഒരിക്കലും പറയില്ല. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിൽ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാകണം. ഉറപ്പായിട്ടും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഉഷാറാകട്ടെ. എന്തെങ്കിലും വിഷമമുണ്ട് എൻ്റെ അടുത്തൊന്ന് പറയാം, സംസാരിക്കാം. ഗോഡ് ബ്ലെസ് യു. അതെങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്? നുണ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? അവനെ അത്ഭുതപ്പെടുത്തത്. അതോടുകൂടി അവൻ ടോട്ടൽ മാനസാന്തരപ്പെട്ടു. നീ പറയുന്നതൊക്കെ സത്യമാണോ? സത്യം. എന്റെ എല്ലാ കളത്തിലും അച്ഛൻ പൊളിച്ചടക്കി. ആണോ? അച്ഛനെ കാണണ്ടേ? കാണണം. വിചാരിക്കുന്നത്തെ ആളല്ല. അതെ, പോവാ. അച്ഛനെ പറ്റി അറിയോ? പവർഫുൾ അച്ഛനാ. നിന്റെ ഫാമിലിക്ക് പ്രശ്നങ്ങളില്ലേ? നിനക്ക് പ്രശ്നങ്ങളില്ലേ? ഒക്കെ അച്ഛൻ മാറ്റിത്തരും. ഒത്തിരി വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷ എടുക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ കയറി വന്ന് അച്ഛാ തലയിൽ കയറിച്ച് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. സാധാരണ അങ്ങനെ ഒരു പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പിള്ളേർ പറയുന്നത് ഞാനിവിടെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഒത്തിരി പേര് അങ്ങനെ വന്ന് ചോദിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒത്തിരി ടീച്ചേഴ്സ്, അനധ്യാപകരും അവരുടെ വിഷയങ്ങൾ പറയാനായിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഒരു കൗൺസിലിംഗ് പോലെ പിന്നെ ഒത്തിരി പേരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ അനുഭവമാണ്. അങ്ങനെ ഞാൻ ചില കുട്ടികൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പണിഷ്മെൻ്റ് എല്ലാം അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഗാങ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പോയി റാഗ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ഞാൻ അധ്യാപകർ എന്നിട്ട് പിള്ളേർ ഇറങ്ങിപ്പോയില്ല. അവസാനം എന്നെ ഫോൺ വിളിച്ചു. ഏറ്റവും നേതൃത്വം കൊടുത്ത പേരുടെ പേര് തരാൻ ഞാൻ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോട്. 5 പേരുടെ പേര് കൊണ്ടു. എന്താ അത് ചേച്ചി കേട്ടില്ലേ? എന്താ അത്? റാഗിങ്? അതിവിടെ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഓർഡറുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്. എന്നാ ബാക്കി നമുക്ക് ഓഫീസിൽ പോയി തീരുമാനിക്കാം. ഇല്ല, റാഗിങ്ങൊന്നും നടന്നില്ല. അതിൻ്റെ അറ്റംപ്റ്റ് നടത്തി. അവരെല്ലാം ചിരിച്ച കുരുത്തക്കേട് കാണിച്ചു. അതെല്ലാം അവരെന്നോട് സമ്മതിച്ചു, എന്നോട് സോറി പറഞ്ഞു. എന്നോടല്ലല്ലോ സോറി പറയേണ്ടത്, എന്നെ അല്ലല്ലോ റാഗ് ചെയ്തത്. നിങ്ങളൊന്നാം അധ്യാപകരെ അനുസരിച്ചില്ല 2 കുട്ടികളെ റാഗ് ചെയ്യാൻ ശ്രമിച്ചു. അവരോട് സോറി പറയാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയും സോറി പറഞ്ഞാൽ മാത്രം ഒരു പണിഷ്മെൻറ്റും കൂടെ വേണം, തയ്യാറാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5 പേരും കൂടി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അധ്യാപകരോട് സോറി പറയണം. ഇനി രണ്ടാമത് ഈ പരിപാടിക്ക് പോകരുത്. 3 ഒരു പണിഷ്മെൻറ്റ്. എന്താ പണിഷ്മെൻറ്റ് വേണ്ടേ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറയാം അങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഒരു സ്കൂളുണ്ട്, ആശാകരൻ. നിങ്ങളതിൻ്റെ മുന്നേ കൂടെ എന്നും വരുന്നത്. 1 മണിക്കൂർ സമയം നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ ചിലവഴിക്കുക. ഞാൻ അവിടെ പറഞ്ഞെല്ലാം ശരിയാക്കി തരാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പോരെ. അവരത് സമ്മതിച്ചു.
മധുരമായി ജീവനിൽ അലിയൂ കുളിരേകും തിന്നലായി നോവിതിൽ തഴുകൂ ചൂടേകും അഗ്നിയായി നെഞ്ചിതിൽ പടരൂ ജീവന്റെ അരുവിയായി പ്രാണനിൽ ഒഴുകൂ ഇരുൾ വീതിയിൽ പൊന്നാളമായി കനൽ വേളയിൽ ആശ്വാസമായി പിൻവീഴ്ചയിൽ പ്രത്യാശയായി നിറയൂ പ്രിയനേ നിറയൂ പ്രിയനേ. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ സ്കൂളിൽ ലഞ്ച് ടൈമാണ്. അത് കുറേ പേരൊക്കെ ഈ ശാരീരിക വൈകല്യം കൂടെ ഉള്ളവരാണ്. ലഞ്ച് കഴിക്കാൻ ചില കുട്ടികളൊക്കെ ചോറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് കൊണ്ടുവരുന്നത്, ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇങ്ങനെ വായി കൊണ്ട് വെക്കുക. ഇതൊക്കെ ഈ പിള്ളേർ കാണുക, ജീവിതത്തിൽ ആദ്യം കാണുക. നോവിനാൽ നീറി പിടയുന്നൊരോ മാത്രയും അലിപോലും സ്പർശമായി എന്നരികിലായി വന്നു നീ നോവിനാൽ നീറി പിടയുന്നൊരോ മാത്രയും അലിപോലും സ്പർശമായി എന്നരികിലായി നിന്നു നീ കനൽ വഴികളിൽ കുളിർ മാറിപ്പോൽ മരുഭൂപതിൽ നീരുറവ പോൽ മിഴിനീരിതിൽ സ്നേഹാഗ്നി പോൽ അണയൂ പ്രിയനേ അണയൂ പ്രിയനേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 5 പേരും കൂടെ എൻ്റെ മുറി വന്നു. എൻ്റെ കയ്യിൽ 5000 രൂപ തന്നു. ഓരോരുത്തരും 1000 രൂപ വീതം. അച്ഛാ ഇതാ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഇവിടെ കൊടുത്തേരെ. അങ്ങനെ അവർക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയി. എന്നോടും സ്നേഹം, ആ കുട്ടികളോടും സ്നേഹം, അവർക്ക് വേണ്ടിയല്ലേ ചെയ്യണമെന്ന് ആഗ്രഹം. ഇരുൾ വീതിയിൽ പൊന്നാളമായി കനൽ വേളയിൽ ആശ്വാസമായി പിൻവീഴ്ചയിൽ പ്രത്യാശയായി നിറയൂ പ്രിയനേ നിറയൂ പ്രിയനേ. ബഹുമാനപ്പെട്ട വയലിലച്ചനെ കുറിച്ച് പറയുമ്പോൾ വയലിലച്ചൻ ദേവഗിരിയാകുന്ന വയലിൽ വിതച്ച എല്ലാ വിത്തുകളും 100 മേനി ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 1984 എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി ജോയിൻ ചെയ്തു. അതിനുശേഷം വിവിധ പദവികൾ അദ്ദേഹം വഹിക്കുകയുണ്ടായി. ഹോസ്റ്റൽ വാർഡൻ, ദേവഗിരി സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ വികാരിയച്ഛൻ, കോളേജ് മാനേജർ. 2002 മുതൽ 2007 വരെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് 2003 കോളേജ് മിക്സ്ഡ് ആക്കുകയുണ്ടായി. വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എങ്കിലും 21 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ അച്ഛന് സാധിച്ചു. അതിനു മുമ്പ് പ്രിൻസിപ്പളായിരുന്ന ഒരു അച്ഛൻ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. 1-2 കുട്ടികൾ വന്ന് ആപ്ലിക്കേഷൻ വാങ്ങിയതാണ്. പക്ഷെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ അതിനെതിരെ സമരം ചെയ്തു. പെൺകുട്ടികളെ ഇവിടെ വന്നാൽ ആൺകുട്ടികളെ ചാൻസ് പോകുമെന്ന് പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തത്, വേണ്ടെന്ന് വെക്കുക ചെയ്തത്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പഠിക്കാം അല്ലേ? അതിനുശേഷം പിന്നെ ഞാനാണ് ആ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. അന്ന് ആരുടെയും എതിർപ്പുണ്ടായില്ല, എല്ലാവരുടെയും സഹകരണം കിട്ടി. അങ്ങനെ ധാരാളം പെൺകുട്ടികൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ തുടങ്ങി.
സ്വാഭാവികമായിട്ടും നല്ല മാർക്കുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് വന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും. അതോടുകൂടി കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം വന്നു. എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികളിരിക്കുന്നു. അപ്പോൾ അധ്യാപകർ സ്വാഭാവികമായിട്ട് അതിനോട് പ്രതികരിക്കണം. അവർ നന്നായിട്ട് ക്ലാസ് ഒരുങ്ങി വരണം, നന്നായിട്ട് ക്ലാസ് എടുക്കണം, കുട്ടികളെ ചോദ്യം ചോദിക്കും. അപ്പോൾ അധ്യാപകരും കുട്ടികളും ഒരുപോലെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവരായിട്ട് മാറി. പഠനം, പഠിപ്പീര് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി ആയിട്ട് മാറി. ഇപ്പോൾ കോളേജിൽ വന്നാൽ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സൈലൻസാണ്. ക്ലാസ് എടുക്കുന്ന ഒച്ചയൊക്കെ ഇവിടെ കേൾക്കാനുള്ളൂ. അപ്പം അങ്ങനെ വലിയൊരു അന്തരീക്ഷത്തിലൊരു മാറ്റം വന്നു. ആദ്യമൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല സുഖമായിട്ട് നല്ല കംഫർട്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ആൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല, കുറച്ചുകൂടി ആക്റ്റീവായി കോളേജ്. പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ അധ്യാപകരോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരിക. പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്ത ആദ്യത്തെ ബാച്ചിൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് 100% വിജയം വേണം. 80 പോരാ, 90 പോരാ, 100% വിജയം എനിക്ക് വേണം. അത് കണക്കാക്കി നിങ്ങൾ പഠിക്കുകയും കുട്ടികളെ ഗൈഡ് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ റിസൾട്ട് വന്നപ്പോൾ 100 എത്തിയില്ലേലും അതിൻ്റെ അടുത്ത് വരെയൊക്കെയുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ എല്ലാ മേഖലയിലും കോളേജിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകാനായിട്ട് അന്നെടുത്ത ആ സ്റ്റെപ്പ് കാരണമായി. ദേവഗിരി കോളേജിന് ആദ്യമായി നാക് അക്രഡിറ്റേഷൻ മേടിച്ചു തന്ന പ്രിൻസിപ്പൽ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രിയപ്പെട്ട ജോസഫ് വയലിലച്ചനാണ്. നാക് അക്രഡിറ്റേഷനിൽ ഇന്ന് ദേവഗിരി കോളേജ് ഇന്ത്യയിലെ തന്നെ മികച്ച സ്കോറുള്ള ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡിലുള്ള ഒരു കോളേജാണ്. പ്രിയപ്പെട്ട വയലിലച്ചൻ്റെ നേതൃത്വത്തിൽ അന്ന് വലിയൊരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായി ദേവഗിരി കോളേജിലേക്ക് ഈ നാക് അക്രഡിറ്റേഷൻ കടന്നു വരുന്നത്. അന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച നാക് അക്രഡിറ്റഡ് കോളേജായിട്ടാണ് ദേവഗിരി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിന് പിന്നിൽ വയലിലച്ചൻ്റെ വലിയ അധ്വാനവും ജീവിത സമർപ്പണവുമുണ്ട്. അന്നത്തെ അധ്യാപകർ പറയുമായിരുന്നു, അദ്ദേഹം സാധാരണതയിൽ അർദ്ധരാത്രി വരെ പണിയെടുക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട വയലിലച്ചൻ പ്രഭാതം വരെയാണ് നാക് അക്രഡിറ്റേഷന് വേണ്ടി, കോളേജിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്നത്. രാവിലെ കോളേജിലെ ടീച്ചേഴ്സും ചില സ്റ്റാഫുകളും വരുന്ന സമയത്ത് അദ്ദേഹം കോളേജിൽ നിന്ന് ഹൗസിലേക്ക് തലേ ദിവസത്തെ വർക്ക് പൂർത്തിയാക്കി പോകുന്ന രംഗങ്ങൾ അവർ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അക്രഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ നാക് അവർ മറ്റ് കോളേജുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് അക്രഡിറ്റേഷൻ നടത്താനുള്ള പിയർ ടീമിൽ ഒരംഗമാക്കി എന്നെ നിയോഗിച്ചു. അങ്ങനെ ഞാൻ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും നിരവധി കോളേജുകളിൽ നാക്കിൻ്റെ പിയർ ടീമായിട്ടും നാക്കിൻ്റെ കോർഡിനേറ്ററായിട്ടൊക്കെ ആയിട്ട് പോയി വർക്ക് ചെയ്തു. ഈ സ്ഥാപനമായിട്ടുള്ള 51 വർഷത്തെ ജീവിതത്തിൽ വയലിലച്ചൻ എനിക്ക് എന്നൊരു സ്വാത്വികനായ വൈദികനാണ്. എപ്പോഴും കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു വൈദികനാണ് അദ്ദേഹം. അധികം ഭക്ഷണം കഴിക്കാറില്ല, കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുകയും എന്നാലോ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുകയും ദൈവികമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നൊരു ഫാദറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എപ്പോൾ വിഷമമുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിന് വലിയൊരു ആശ്വാസം കിട്ടും. ഒരിക്കൽ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി കൃത്യമായി കാണിച്ചു, അത് പിടിക്കപ്പെട്ടു. പ്രിൻസിപ്പൽ അത് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള പേപ്പർ വർക്കൊക്കെ നടക്കുകയാണ്. അവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി, അച്ഛനും ഒക്കെ അവനെ വഴക്ക് പറഞ്ഞു. ഞാനിതൊക്കെ കണ്ട അവിടെ നിൽപ്പുണ്ട്. ഇവനാകെ വിഷമിച്ച് ഭിത്തിയിൽ ചാരി ഇങ്ങനെ നിൽക്കുക. കണ്ണ് തുറന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. എനിക്ക് അവനടുത്ത് സഹതാപം തോന്നി. ഞാൻ അവൻ്റെ അടുത്ത് അവൻ്റെ തോളത്ത് കൈവച്ച് ഞാൻ അവനോട് പറഞ്ഞു, സാരമില്ല. അവൻ അത്ഭുതം. എല്ലാവരും വഴക്ക് പറയുമ്പോൾ ഒരുത്തൻ സാരമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്തത് തെറ്റാ, ചിലപ്പോൾ 3 കൊല്ലം പരീക്ഷ എഴുതാനും സമ്മതിക്കില്ല, എന്ന് ചെയ്യാനും പാടില്ലായിരുന്നു. അതായത് സാരമില്ലൊക്കെ പരിഹാരമുള്ള അന്ന് ഇപ്പം വീട്ടിൽ പോകുന്നു പറഞ്ഞു. ഞാൻ അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. സന്ധ്യയായപ്പോൾ അവൻ്റെ ആശ്രമത്തിൽ എന്നെ തപ്പി വന്നു. ഒരു 7 മണിയായി. ഞാൻ ചെന്നപ്പോൾ അവനെന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോടും കൂടെ ഒന്ന് സാരമില്ലെന്ന് പറയണം. എൻ്റെ അമ്മ ഹൃദ്രോഗിയാണ്, ടെൻഷൻ വന്നാൽ കരയും, ബോധം കേട്ട് ആശുപത്രിയിൽ പോകും. എൻ്റെ അച്ഛൻ ഇതെല്ലാം പറഞ്ഞ് വീട്ടിൽ വഴക്കാണ്. അമ്മ കരയാണ്, ബോധം കേട്ട് ആശുപത്രിയിൽ പോയ എൻ്റെ മുഴുവൻ പഴി എൻ്റെ തലയിൽ വരും. കോളേജ് വെച്ച് എന്നോട് പറഞ്ഞ പോലെ
എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോടും കൂടെ ഒന്ന് സാരമില്ലെന്ന് പറയും. ഇങ്ങനൊരു ഹിന്ദു കുട്ടിയാണ്. ഈ രാത്രി ഞാനെങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ പോണേ. ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പോൾ അവൻ നിലത്ത് കുനിഞ്ഞ് എൻ്റെ 2 കാലിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ അത്രയും ഗതികെട്ടിട്ടല്ല ഞാൻ ഈ രാത്രി വന്ന് ഇറക്കുന്നത്, ഒന്ന് വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ അവനോട് ഒരു സഹതാപം തോന്നി. ഞാൻ അവൻ്റെ കൂടെ പോയി. അതുകൊണ്ട് 2 കിലോമീറ്റർ നടക്കണം. ഞാൻ രാത്രി അവൻ്റെ കൂടെ പോയി. അമ്മ കരയുന്നു, അപ്പം വഴക്കുണ്ടാക്കുന്നു, കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചു. എനിക്ക് ആവശ്യമില്ല കേട്ടോ അമ്മയോട് പറഞ്ഞു എനിക്കൊരു കട്ടകാപ്പി വേണം. അമ്മയെ കിടക്കുന്നേരത്തൊന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അമ്മ കട്ടകാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. ഞാനത് കുടിച്ചിട്ട് അമ്മയോട് കുറേ സാരമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇന്ന് വരെ ആ വിദ്യാർത്ഥിയെയോ അപ്പനെയോ അമ്മയോ ഞാൻ കണ്ടിട്ടില്ല. എത്ര വർഷം മുമ്പത്തെ കാര്യമാണ്. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏതോ നാട്ടിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. ആ കത്തിൻ്റെ അകത്ത് ആകെപ്പാടെ എത്ര എഴുതിയിട്ടുണ്ട്. സാർ, എങ്ങും അന്ധകാരം വ്യാപിച്ചപ്പോൾ എവിടെ നിന്നോ പ്രത്യാശയുമായി ഒരു പ്രകാശരശ്മി കടന്നു വന്നു. അത് അന്ന് അങ്ങ് പറഞ്ഞ സാരമില്ല എന്ന വാക്കുകളായിരുന്നു നന്ദി. ഇതാണ് ആ കത്തിൻ്റെ അകത്ത് ആകെയുള്ളത്. ഈ വിദ്യാർത്ഥി എഴുതിയിരിക്കുന്ന ഏതോ നാട്ടിൽ നിന്നും. ഞാനതും വായിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ കണ്ണടച്ചിരുന്നു. എനിക്കപ്പം മനസ്സിലായി ഒരു സാരമില്ല എന്ന വാക്കിൻ്റെ പവർ എത്രയാണ്, അതിൻ്റെ ഹീലിംഗ് പവർ എത്രയാണ്, ഇതെനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രസംഗത്തിലേക്ക് ഒരുപാട് പേരോട് ഞാൻ ഈ സാരമില്ല എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് ഭയങ്കര ഹീലിംഗ് പവറുള്ളൊരു വാക്കാണ്. തകർന്ന ചില ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയ ചില വാക്കാണ്. ഞാൻ പഠിച്ചൊരു പാഠം പഠിപ്പിക്കുന്നതോടൊപ്പം സിലബസ് തീർക്കുന്നതോടൊപ്പം ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ പല രീതിയിൽ ഹീൽ ചെയ്യാൻ, സൗഖ്യപ്പെടുത്താൻ, ജീവിതത്തിനൊരു ദർശനം കൊടുക്കാൻ, പണിതുയർത്താൻ ഒരു അധ്യാപന കഴിയുമെന്ന് ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്ത് പുതിയ കോഴ്സുകൾ MSc സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ MSW കോഴ്സുകളും ദേവഗിരി കോളേജിൽ തുടങ്ങി. രണ്ടും കേരളത്തിലെ ഏറ്റവും മികച്ച കോഴ്സുകളായിട്ട് അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് മാറി. അതും അച്ഛൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ആണ്. ഗവേഷണ മേഖലകളിലെ ദേവഗിരി വളരെ മുന്നോട്ട് വരണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 80ഓളം PhD ദേവഗിരി കോളേജിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നല്ല പാഠപുസ്തകങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല, അധ്യാപകർക്ക് ക്ലാസ് ഒരുങ്ങാൻ നല്ല പുസ്തകങ്ങളുമില്ല, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി തലത്തിൽ. ഇതൊരു വലിയ പ്രശ്നമായി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ പുസ്തകം എഴുതാമെന്ന്. അങ്ങനെ അന്നത്തെ പ്രീ ഡിഗ്രി +1 +2 ഇക്കണോമിക്സിൻ്റെ പാഠപുസ്തകങ്ങൾ ഞാൻ എഴുതി വിദ്യാർത്ഥി മുതൽ അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ കുറേ കൊല്ലങ്ങൾ എൻ്റെ പുസ്തകങ്ങളായിരുന്നു കേരളത്തിലെ മിക്കവാറും കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ഒന്നാണ് കോളേജിൻ്റെ കലോത്സവങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സോണിലും കലോത്സവം നടത്തും. അതിനുശേഷം എല്ലാ സോണും കൂടെ കൂട്ടി നടത്തും. ഓരോ സോണിൻ്റെ മത്സരത്തിൽ ഇത് B സോൺ എന്ന് പറയും, എല്ലാം കൂടെ കൂടിയുള്ള ഇൻ്റർ സോൺ. കോളേജിലെ എല്ലാ തവണയും മറ്റൊരു കോളേജാണ് ഫസ്റ്റ്. ദേവഗിരി കോളേജിന് പലപ്പോഴും സെക്കൻഡ് കിട്ടും, പക്ഷേ 1ാം സ്ഥാനം കിട്ടുന്ന കോളേജും ദേവഗിരിയും തമ്മിൽ പോയിൻറ്റിന് 100 കണക്കിന് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഓർക്കുക, ഒരിക്കൽ ഓഡിറ്റോറിയത്തിൽ എല്ലാ സ്റ്റാഫും വിദ്യാർത്ഥികളും കൂടിയുള്ളൊരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്ത കൊല്ലം നമുക്ക് B സോൺ ഇൻ്റർ സോൺ ഫസ്റ്റ് അടിക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം കൂടി എന്നെ കളിയാക്കിക്കൊണ്ട് ഒരൊറ്റ കൂക്കലാണ്. കൂക്കല കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ കൂകയെ? അവർ പറഞ്ഞു, അച്ഛാ, ആ കോളേജിനെ തോൽപ്പിച്ച് ഫസ്റ്റ് അടിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ വിഡ്ഢിത്തരം ഓർത്ത് ഞങ്ങൾ ചിരിച്ചതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആ കോളേജ് മാത്രമേ കഴിവുള്ള പിള്ളേരുള്ളൂ, നിങ്ങൾക്ക് കഴിവൊന്നും ഇല്ലേ? നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ ആരും കൈപൊക്കിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടല്ലേ? അവർ പറഞ്ഞുണ്ട്. ഞാൻ ചെന്നാൽ പിന്നെ നമുക്കൊരു ഫസ്റ്റ് അടിക്കാൻ ശ്രമിച്ചുകൂടെ ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ഭാവ വ്യത്യാസമൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് അടിക്കും, ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് അടിക്കും. ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരു കൈയടി. അന്ന് തുടങ്ങി ഞങ്ങൾ B സോൺ ഇൻ്റർ സോൺ ഫസ്റ്റ് കിട്ടാൻ ശ്രമിച്ചു.
അങ്ങനെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങി, ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി, മോട്ടിവേഷൻ കൊടുക്കാൻ തുടങ്ങി. ട്രെയിനിങ് കൊടുക്കുന്നിടത്ത് ഞാൻ രാത്രിയും പകലും വന്ന് ഇരിക്കും. മത്സരം നടക്കുന്നിടത്ത് ഞാൻ പോകും. കട്ടൻ പൊക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവിടെ നിന്ന് തമ്പ് ഉയർത്തി കാണിച്ച് വിജയാശംസകൾ നേരും. അങ്ങനെ പുറകെ നടന്ന് കുറേ കാശുമൊക്കെ മുടക്കി ഞങ്ങൾ ബേസ് സോണും ഇൻ്റർ സോണും ഫസ്റ്റ് അടിക്കാൻ തുടങ്ങി. മറ്റു കോളേജിനകത്ത് ഞെട്ടിച്ചു. അവർക്ക് വളരെ വിഷമായി. അത് കഴിഞ്ഞ് ഒരിക്കൽ ഇൻ്റർ സോൺ നടക്കുക, ഫൈനൽ തീരാറായി. ഇപ്പം ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും പുറയിൽ കണ്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പൾ വന്ന് കുറേ നേരം എൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ തോളെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല മാഷെ നിങ്ങളെന്നാ റിട്ടയർ ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചാൽ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലേ ഇനി അവർക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എന്നാ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷ അദ്ദേഹം ചോദിക്കുകയത്. ഏതായാലും അതും ഞങ്ങൾക്ക് ഈ കോളേജിന് നേടിക്കൊടുത്ത ഒരു വലിയ വിജയമാണ്. തുടർച്ചയായിട്ട് ബേസ് സോൺ ഇൻ്റർ സോൺ കലോത്സവങ്ങളിൽ ഫസ്റ്റ് അടിച്ചു. ഒരിക്കൽ എന്നെ ഓർക്കാം, ഇൻ്റർ സോൺ കലോത്സവം കഴിഞ്ഞപ്പോൾ പത്രത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്, ദേവഗിരി മാത്രം. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ നേട്ടങ്ങളെല്ലാം വയലിലച്ചൻ നേടിയത് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ആധ്യാത്മിക ഒരു നിറവിൽ വളരണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി അച്ഛനുണ്ടായിരുന്നു. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ധ്യാനം അധ്യാപകർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതിൽ അച്ഛൻ മുന്നിട്ട് നിന്നിരുന്നു. തീർച്ചയായിട്ടും വയലിലച്ചൻ്റെ കാലഘട്ടം ദേവഗിരിയുടെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ഞാൻ കരുതുന്നു. അച്ഛൻ ഞങ്ങൾ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് അച്ഛൻ്റെ ഈ ഒരു പ്രസൻസിനെ ഓർത്ത്. പറയുകയാണെങ്കിൽ ഈ ഒരു കോളേജിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുമ്പം ഈ കോളേജ് ഇത്ര ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അച്ഛൻ്റെ ഒത്തിരി എഫേർട്ട് ഉണ്ട്. അതിനോർത്ത് അച്ഛ വി ആർ വെരി താങ്ക്ഫുൾ ടു യു. ആദ്യം ഇത് മെൻസ് കോളേജ് ആയിരുന്നു. അപ്പോൾ ഒരു ഗേൾ എന്ന രീതിയിൽ നോക്കുമ്പം എനിക്കിവിടെ പഠിക്കാൻ പറ്റിയതിൽ അച്ഛനാണ് ഈ കോളേജിന് ഒരു മിക്സഡ് കോളേജിലേക്ക് കൊണ്ടുവന്നത്. കർത്താവായ ദൈവം അച്ഛനെ കൊണ്ട് ആ ഒരു എഫേർട്ട് എടുപ്പിച്ചപ്പം ഇത്രയും നല്ലൊരു കോളേജ് പഠിക്കാൻ പറ്റി. അച്ഛാ വി ആർ വെരി താങ്ക്ഫുൾ ടു യു. അപ്പോൾ എല്ലാ ആശംസകളും. ഞാനിപ്പോൾ വയനാട്ടിലെ കൽപ്പറ്റ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിലാണ്. ഞാനൊരു 7 വർഷം ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ദേവഗിരി കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ എനിക്കൊരു നിർദ്ദേശം കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിചാരിതമായിട്ട് ഇവിടെ വരുന്നത്. 7 വർഷം ഞാനിവിടെ സേവനം ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് തിരുസഭയാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കുവാനുള്ള ഒരു ദൗത്യമാണ് കർത്താവ് ഫലമേൽപ്പിച്ചത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഫാത്തിമയാകുന്ന ഈ ആതുരാലയത്തെ പുനരുദ്ധരിക്കുവാനുള്ള ഒരു ദൗത്യവുമായിട്ടാണ് വയലിലച്ചൻ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ ഓരോരുത്തരും ഈ ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു, പണി നടക്കുന്ന കാലങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാനെന്ന്. അത് ഞങ്ങൾ ഇന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം വലിയൊരു ഉദ്യമമായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കുറവ് മൂലം പേഷ്യൻസ് എല്ലാം നമുക്ക് കുറയുകയും ഇതിനെ തീരെ ഒരു 0 പോയിന്റിലേക്ക് എത്തുകയും ചെയ്ത സമയത്ത് ഇതിങ്ങനെ നമ്മൾ വിൽക്കാൻ പോവുകയാണ്, ഇപ്പോൾ അത് വിറ്റ് പോകും, വിത്ത് സ്റ്റാഫിനെ കൂടി വിൽക്കുകയാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാഫുകൾക്കെല്ലാം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് വയലിലച്ചൻ ഇവിടെ ഇങ്ങോട്ടേക്ക് റിട്ടയർഡായി വരുന്നെന്നും ഞങ്ങൾ അറിഞ്ഞു. അച്ഛൻ ശരിക്കും ഒരു കോളേജ് അക്കാദമിയിൽ നിന്ന് വന്നതാണെങ്കിലും ഈ ഒരു ആതുര സേവനത്തിൽ ആദ്യം വരുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. വളരെ ട്രെയിനിങ് എടുത്ത ഒരാളെ പോലെയാണ് ഞങ്ങളോടൊത്ത് പെരുമാറുകയും ഞങ്ങളോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതനുസരിച്ച് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അച്ഛൻ്റെ പരിശ്രമിക്കുകയും ചെയ്തത്, ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഈ രീതിയിൽ ഈ സ്ഥാപനം വളരെ വളർന്നുപോയി.
വയനാട്ടിലെ ആദ്യത്തെ ഡയാലിസിസ് സെൻറ്റർ ഫാത്തിമ ഹോസ്പിറ്റലിൽ ലഭിക്കുവാൻ അച്ഛൻ അക്ഷീണം പരിശ്രമിച്ചു. ഇന്ന് വയനാട്ടിലെ ഏറ്റവും നല്ല ഡയാലിസിസ് സെൻറ്റർ ഫാത്തിമയുടേത് സ്വന്തമായിരിക്കുകയാണ്. അതിനു മുമ്പ് വയനാട് ജില്ലയിലുള്ളവർ ഡയാലിസിസിന് വേണ്ടി കോഴിക്കോട് അല്ലെങ്കിൽ മൈസൂർ പോകണമായിരുന്നു. ഞാനിവിടെ ഉള്ളപ്പോൾ ഒത്തിരി ഡയാലിസിസ് രോഗികളും അവരുടെ വീട്ടുകാരും വന്ന് എന്നോട് ചോദിച്ചു, ഇവിടെ ഒരു സെൻറ്റർ തുടങ്ങിക്കൂടെ? ശരിക്കും ഡയാലിസിസ് രോഗികൾ അവരുടെ വീട്ടുകാരും അനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിച്ചു. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ വശം എനിക്ക് പറയാൻ തോന്നുന്നത്, ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഞങ്ങളെല്ലാവരും അറിയും ബ്രദർ തോമസ് പോള്, ധ്യാനിപ്പിക്കുന്ന സഹോദരൻ. ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ കർത്താവ് ഒരു സന്ദേശം തോന്നും. സന്ദേശം ഇതാ: 40 ദിവസം ആശുപത്രിയിൽ തുടർച്ചയായിട്ട് ആരാധന നടത്തി പ്രാർത്ഥിക്കുക, ഹോസ്പിറ്റലിനെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഇതിന് തയ്യാറായി. അങ്ങനെ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ 40 ദിവസം ഞങ്ങൾ തുടർച്ചയായിട്ട് ആരാധന നടത്തി. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഈ ഹോസ്പിറ്റലിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായതെന്ന് എനിക്ക് ധൈര്യത്തോടു കൂടി എവിടെ വേണേലും പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാർഡിയോളജി യൂണിറ്റും ഡിജിറ്റൽ എക്സ്റേയും അങ്ങനെ തുടങ്ങി ഒത്തിരിയേറെ പുതുമയുള്ള കാര്യങ്ങൾ കാലഘട്ടത്തിന് അനുസൃതമായി അച്ഛൻ നമുക്ക് കൈവരിക്കുവാൻ തക്ക നേട്ടമായി ഫാത്തിമയിലേക്ക് കൊണ്ടുവന്നു. മാസാധ്യ വെള്ളിയാഴ്ചകളിലെ ആരാധനകളും അതുപോലെ കുരിശിൻ്റെ വഴികളും പീഠാനുഭവാരത്തിലെ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇവിടുത്തെ സഹോദരങ്ങളുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്നുണ്ടായിരുന്നു. നമ്മുടെ ജോസഫ് വയലച്ചൻ ഡയറക്ടറായിരുന്ന ആ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സേവനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അച്ഛൻ സമഗ്ര ആരോഗ്യ പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. അതിലൂടെ ഒത്തിരി ജനങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സേവനവും ഇവിടുത്തെ ഫെസിലിറ്റീസും അനുഭവിക്കുകയും ഏറെ സന്തോഷത്തോടുകൂടി ഒത്തിരിയേറെ പാവപ്പെട്ട ജനങ്ങൾ ഈ സ്ഥാപനത്തിൽ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥാപനം ഇതിൻ്റെ ഈ രീതിയിൽ എത്താൻ വേണ്ടി അതിൻ്റെ അടിത്തറ പണിത് അതതിൻ്റെ മേലെ തിരക്കട്ടിയിൽ എത്തിച്ചതും അച്ഛനാണ്. പക്ഷെ അച്ഛൻ്റെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു ആ ചാവറ ബ്ലോക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അച്ഛൻ ഡയറക്ടർ സ്ഥാനം കഴിഞ്ഞ് അവിടെ ലേബർ റൂം OT എല്ലാം സ്ഥാപിച്ചു. ചാവറ ബ്ലോക്കിലെ റൂംസ് എല്ലാം അച്ഛൻ റെഡിയാക്കി. ബട്ട് അതിൻ്റെ അടിത്തറ കംപ്ലീറ്റ് ആക്കിയത്, അതായത് ഇന്ന് കാണുന്ന ഈ OP ഡിപ്പാർട്ട്മെൻറ്റ് OP വിഭാഗം മുഴുവനും കംപ്ലീറ്റ് ആക്കിയത് അച്ഛൻ പ്രൊവിൻഷ്യലായിരുന്ന കാലത്താണ്. അന്നത്തെ ഡയറക്ടർ അച്ഛനോട് ചേർന്ന് നിന്ന് അച്ഛൻ പ്രൊവിൻഷ്യലായിരുന്ന കാലത്ത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഇന്ന് വയനാട്ടിൽ ആര് വന്നാലും ഈ കഴിഞ്ഞിടം തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ വയനാട്ടിൽ ഇത്രയും നല്ല സ്ഥാപനം, എന്ത് സൗകര്യമുള്ള സ്ഥാപനമാണ്. അത് ആ രീതിയിൽ ഉയർത്തിയെടുക്കാൻ അച്ഛൻ അന്ന് അടിത്തറ പണിയുകയും ഇന്നുള്ളവർ അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊവിൻഷ്യലായിരിക്കുന്ന കാലത്താണ് ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നത്. ഞങ്ങളുടെ പ്രോവിൻസിൽ കുറേ കാലം ഒരു പ്രീസ്റ്റ് ഹോം വേണമെന്നും വേണ്ടെന്നും അത് വയനാട്ടിലോ കോഴിക്കോടോ എവിടെ വേണമെന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നു. ഞാൻ പ്രൊഫഷണലായപ്പോൾ ദൈവം ഒരു തോന്നൽ തന്നു, ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന്. അങ്ങനെ ഈ കൽപ്പറ്റയിൽ ഈ സ്ഥാപനം പണിയാനായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും ഇത് അംഗീകരിച്ചു. അങ്ങനെ ഈ സ്ഥാപനം പണിതു. ഇത് കൽപ്പറ്റ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിനോട് തൊട്ട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. അച്ഛന്മാർക്ക് വയ്യെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ സേവനം ലഭ്യമാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പ്രചോദനം അനുസരിച്ചാണ് ഈ സ്ഥാപനം ഇവിടെ പണിയാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാം കൂടി ചേർന്ന നല്ലൊരു താമസ സൗകര്യമുള്ള, പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് നിലകൊള്ളുന്നു. ഞാൻ 1969 സെമിനാരിൽ ചേരുമ്പോൾ എൻ്റെ റെക്ടറച്ഛനായിരുന്നു, എൻ്റെ ഗുരുവച്ഛനായിരുന്നു ബഹുമാനപ്പെട്ട ജേക്കബ് ചെസാരിയൂസ് സേമയച്ചനാണ്. ഒരു വിധസുഖമായിരിക്കുന്നു. അച്ഛന് പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം അവസരം തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് കാലം ആഫ്രിക്കൻ മിഷനിൽ ജോലി ചെയ്ത്, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ സെമിനാരിയിൽ 26 കൊല്ലം അച്ഛൻ പഠിപ്പിച്ച തിയോളജി. അപ്പം അദ്ദേഹത്തിന് 89 വയസ്സുണ്ട്.
ശാലോമിൻ്റെ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ്. എൻ്റെ ഒരു രണ്ടാം വീട് എന്നതിനെപ്പറ്റി പറയാം. കാരണം ഇവിടെ നിന്നാണ് എനിക്കൊത്തിരി പ്രാർത്ഥനകൾ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥനകൾ ഉയരുന്നത്. ഇവിടെ നിന്നാണ് സമാധാനത്തിൻ്റെ സന്ദേശം ലോകം മുഴുവനിലേക്കും ശാലോം ടി വിയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സമാധാനത്തിൻ്റെ ഉറവിടമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രണ്ടാം വീട് തന്നെയാണ് ശാലോം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സൈഡിലുള്ള ശാലോം ടി വിയുടെ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ കുറച്ച് സമയമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തിരി പേര് ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അനേകരുടെ ഭവനങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കുമൊക്കെ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ സാന്ത്വനവും കർത്താവിൻ്റെ സൗഖ്യവും കർത്താവ് നൽകുന്ന പ്രത്യാശയുമൊക്കെയുമായിട്ട് കടന്നു ചെല്ലാൻ ശാലോമിന് കഴിയുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. അതിൽ പങ്കാളിയാകാൻ എനിക്ക് ഒരു അവസരം കിട്ടിയതോർത്ത് ഞാനിങ്ങനെ ദൈവത്തോട് മനസ്സിൽ നന്ദി പറയുകയായിരുന്നു. ശാലോമിൻ്റെ അധികാരികളോട്, ബെന്നിസാറിനോടൊക്കെ എൻ്റെ മനസ്സിൽ ഒരു നന്ദി നിറയുകയായിരുന്നു. കാരണം അൽമായരുടെ ഒരു ശുശ്രൂഷയാണ് ശാലോം. അതിൻ്റെ അകത്ത് ഞാൻ എന്ന ഒരു വൈദികൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനുള്ള അവസരം എനിക്ക് തന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതിലൂടെ അത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കാളിയായിക്കൊണ്ട് മറ്റനേകരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ ഈ ശുശ്രൂഷ എന്നെ സഹായിച്ചിട്ടുമുണ്ട്. ശാലോം മിനിസ്ട്രിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് വൈരിൽ CMI അച്ഛൻ. 1996 അട്ടപ്പാടി താവളം പള്ളിയിൽ നടന്ന ഒരു കൺവെൻഷനിലാണ് വൈരിലച്ഛൻ ആദ്യമായി ശാലോം മിനിസ്ട്രിയോട് ചേരുന്നത്. അച്ഛൻ്റെ ആത്മാർത്ഥതയും സുവിശേഷ തീഷ്ണതയും എളിമയാർന്ന ജീവിതവുമെല്ലാം ആ നിമിഷങ്ങളിൽ തന്നെ എന്നെ വളരെയേറെ ആകർഷിച്ചു. ആ ബന്ധം വളർന്ന് പിന്നീട് ശാലോമിൻ്റെ സകല മേഖലകളിലുമുള്ള പങ്കുചേരലിലേക്ക് അച്ഛനെ നയിക്കുകയുണ്ടായി. ശാലോം അനേക വർഷങ്ങളായി നടത്തിയിരുന്ന വാരാന്ത്യ ധ്യാനത്തിൻ്റെ ആത്മീയ നേതൃത്വം വയലച്ചനായിരുന്നു വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, UK, അമേരിക്ക, ഗൾഫ് നാടുകൾ, ഇവിടെയെല്ലാം ശാലോം മിനിസ്ട്രിക്ക് അടിത്തറ പാകുന്നതിന് വേണ്ടി എന്നോടൊന്നിച്ച് അച്ഛനും യാത്ര ചെയ്യുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശാലോം TVയുടെ ചെയർമാൻ സ്ഥാനം ഞാൻ ഒഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥാനത്തേക്ക് പകരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വയലച്ചനാണ്. അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രത്യേകത അച്ഛൻ്റെ പ്രതിബദ്ധതയാണ്. അച്ഛൻ്റെ പൗരോഹിത്യത്തോടും സുവിശേഷത്തോടുമുള്ള പ്രതിബദ്ധതയാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് അദ്ദേഹം ശാലോം മിനിസ്ട്രിയോട് ചേരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം കോളേജിൻ്റെ പ്രിൻസിപ്പലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെ ആയിരിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന് സുവിശേഷ പ്രസംഗത്തിനൊന്നും സമയം കിട്ടുകയില്ല എന്ന്. എന്നാൽ പ്രിൻസിപ്പലായിരിക്കുമ്പോഴും ശാലോമിൻ്റെ ശുശ്രൂഷകളിൽ ഒരു കുറവ് അദ്ദേഹം വരുത്തിയില്ല. പിന്നീട് അദ്ദേഹം CMI സഭയുടെ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന കാലഘട്ടത്തിലും ശാലോം ശുശ്രൂഷകളോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു പുരോഹിതൻ എന്ന നിലയിൽ അടിസ്ഥാനപരമായി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കർത്താവ് വേണ്ടതുപോലെ പരിപാലിച്ചു തരും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. ഷാലോമിൻ്റെ ഓഫീസിൽ നടക്കുന്ന നൈറ്റ് വിജിൽ, നൈറ്റ് പ്രെയർ ശുശ്രൂഷകളിലൊക്കെ അച്ഛൻ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു.
ഷാലോമിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം എൻ്റെ കൂടെ വന്ന് എല്ലാ പ്രതിസന്ധികളിലും എന്നെ സഹായിക്കുകയും താങ്ങുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ലോകം മുഴുവനും യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു ഫീലിംഗ്, ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചൊരു വൈദികനാണ് അദ്ദേഹത്തിൽ നിന്ന് തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു പുരോഹിതന് ചേരാത്ത സംഭാഷണങ്ങളോ ഒരിക്കൽ പോലും ഈ നീണ്ട കാലയളവിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. സ്വാർത്ഥതയില്ലാതെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന അച്ഛൻ്റെ ജീവിതം എല്ലാവർക്കും, സഭയിലെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. ഞാനിങ്ങനെ ഇവിടെ നിന്നപ്പോ ടീച്ചറുടെ കാര്യം ഓർക്കയത്. ആണോ? അതെന്താ? അല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നിന്നപ്പോ ഓർമ്മ വന്നു. അപ്പോ പിന്നെ നമ്മുടെ പുസ്തകം എന്തായി? പുസ്തകം നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് സോഫിയക്കാര് പറഞ്ഞത്. പിന്നെ ഞാൻ ഓർക്കാണ്, അച്ഛനെ അത് എഡിറ്റ് ചെയ്തില്ലായിരുന്നു, അത്രയും ഭംഗിയായിട്ട് വരില്ലായിരുന്നു. കർത്താവ് അച്ഛനെ വളരെയധികമായിട്ട് അതിന്റെ അകത്ത് ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ട്. ആ ടൈറ്റിൽ ആലോചിച്ചിട്ടതാണോ? കട്ടിപ്പറിച്ച് പൂവെന്ന ടൈറ്റിൽ ഈശോ തന്നതാണ്. പുസ്തകത്തിന്റെ കണ്ടന്റിന് ചേരുന്ന ഒരു ടൈറ്റിലാണ്. കാരണം ദൈവം ഓരോന്ന് തരുമ്പോ ഏറ്റവും നല്ലത് തമ്പുരാൻ തന്നതാണ്. എല്ലാം തമ്പുരാന്റെ പരിപാലന തരുമ്പോ ഏറ്റവും നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് സൺഡേ ശാലോമിന്റെ ഓഫീസിലാണ്. എൻ്റെ രണ്ട് വശത്തും നിൽക്കുന്നത് സൺഡേ ശാലോമിന്റെ പ്രവർത്തകരാണ്. ഇവരുടെ കരങ്ങളിലൂടെയാണ് സൺഡേ ശാലോം രൂപപ്പെട്ട് നിങ്ങളുടെ എല്ലാം കരങ്ങളിൽ എത്തുന്നത്. 1999 അല്ലേ ആ സൺഡേ ശാലോം പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. 23-24 കൊല്ലമായി. ഞാനതിൻ്റെ സൺഡേ ശാലോമിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിട്ട് കൂടി ജോലി ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പ്രധാനം സൺഡേ ശാലോമിൻ്റെ ആദ്യത്തെ ലക്കം മുതൽ ഇപ്പം വരെയും എല്ലാ സൺഡേ ശാലോമിലും എൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാറുണ്ട്, മറുപുറം എന്ന പേരിൽ. അപ്പോൾ അതാണ്ട് 23-24 കൊല്ലം, ഒരു വർഷം 50 ലേഖനമെങ്കിലും വെച്ച് സൺഡേ ശാലോമിൽ എഴുതാനായിട്ട് ശാലോം എനിക്കൊരു അവസരം തന്നു. ദൈവം ഓരോ വിഷയങ്ങളൊക്കെ എനിക്ക് തന്നു, അങ്ങനെ എഴുതാൻ സാധിച്ചു. അതൊരു വലിയ ദൈവ കൃപയായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളുടെ സൗഹൃദത്തിനും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദി പറയുന്നു. താങ്ക് യു. ഒരേ സമയം ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇടപെട്ട് അവയെല്ലാം വിജയിപ്പിച്ച ഒരു വലിയ വിശുദ്ധനാണ് ചവറപിതാവ്. സാധാരണ വിശുദ്ധരുടെ ജീവിതം നോക്കിയാൽ ഒന്നെങ്കിൽ അവർ ഒരുപാട് ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ ചവറപിതാവ് ഒരേ സമയം ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളോട് സമന്വയിപ്പിച്ചു കൊണ്ടുപോയ ആളാണ്. അദ്ദേഹം എഴുതുമായിരുന്നു പുസ്തകങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് എഴുതാനുള്ളൊരു പ്രചോദനവും വായിക്കാനുള്ളൊരു പ്രചോദനവും തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ആരാധനയൊക്കെ തുടങ്ങി. ഞാനും സമയം കിട്ടിയാൽ പള്ളിയിൽ എങ്ങനെ പോയിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഇപ്പോഴും എൻ്റെ ചാപ്പലിൽ ഞാൻ രാത്രി ചിലപ്പോൾ 1 മണി വരെ 2 മണി വരെയൊക്കെ പോയിരിക്കും. ചിലപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ഉറങ്ങും, എന്നാലും കുറച്ച് ദിവസം അവിടെ പോയിരിക്കും. ഞാൻ ചിലപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് മറ്റാരുമില്ല, അതിൻ്റെ മുമ്പിൽ ഞാൻ ചിലപ്പോൾ മണിക്കൂറുകളിരിക്കും. ചിലപ്പോൾ ഞാൻ ഫോണിൽ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആരാധന മുമ്പ് നിന്നുകൊണ്ട്. അങ്ങനെ ആരാധനയുടെ ഒരു ശക്തിയൊക്കെ എനിക്ക് മനസ്സിലായതും ഒരു പ്രചോദനം കിട്ടും ഒരുപക്ഷെ ചാവറപിതാവിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മധ്യസ്ഥത എനിക്കുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാവറപിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത ഉണ്ടെന്ന്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു ശക്തിയാണ്. എന്നെ കാണുന്ന പലരും അടുത്ത കാലത്തായി ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, ക്ഷീണിച്ചു പോയല്ലോ എന്ന്. ഞാൻ പറയും ഷുഗറുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയും.
പിന്നെ ആരും ഒന്നും ചോദിക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ്. നിങ്ങളെ പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും ഞാനൊരു റേഡിയേഷൻ തെറാപ്പിയും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു വിശ്വാസമുണ്ട്, കർത്താവ് എന്നെ സുഖപ്പെടുത്തും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ ഭൗതിക ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ. ഏതെങ്കിലും ആട്ടെ, എൻ്റെ അസുഖം മാറി എന്നെ ഒന്ന് ഫ്രീ ആക്കി എൻ്റെ അധികാരികൾ വിടുകയാണെങ്കിൽ എനിക്ക് 2-3 കാര്യങ്ങളാണ് ചെയ്യാൻ മനസ്സിലാഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു ഭൗതിക ഉത്തരവാദിത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും കുറച്ച് ആളും ബഹളവും ഒക്കെ കുറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കുക, കുറേ സമയം ഇത് പറഞ്ഞ പോലെ പള്ളിയിൽ പോയിരിക്കുക. രണ്ടാമതൊരു സ്വപ്നം, എനിക്ക് കുറച്ച് എഴുതണമെന്നുണ്ട്. പ്രധാനമായിട്ട് 1-2 പുസ്തകങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നു. ഒന്ന്, പൗരോഹിത്യത്തെ സംബന്ധിച്ച എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പുസ്തകം. സത്യത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ സാറ് പ്രാർത്ഥിച്ച് എനിക്ക് തന്ന ഒരു സന്ദേശത്തിൽ നിന്നാണ്. സാറ് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരച്ഛനെന്ന നിലയ്ക്കുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഒരു പുസ്തകം എഴുതണം, അത് പബ്ലിഷ് ചെയ്യാൻ ശാലോമനെ തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്ന ധാരാളം അനുഭവങ്ങളെ ഞാൻ കണ്ടു. ഒത്തിരി പേര് രക്ഷപ്പെടുന്നത് കണ്ടു, ഒത്തിരി പേര് സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടു, ഒത്തിരി പേര് ആത്മഹത്യയിൽ നിന്ന് പിന്തിരുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള കുറേ അനുഭവങ്ങൾ ഇങ്ങനെ വെളിച്ചത്തിൽ എൻ്റെ പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതണം. അതിലൂടെ ഒരു കാര്യം മാത്രമേ സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കൃപയുള്ള വൈദികരെ ലോകത്തിന് ആവശ്യമുണ്ട്. Thank you.